പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം 54-ാമത്തെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. സയ്യിദുൽ ബശർ എന്ന ഗ്രന്ഥത്തിന്റെ ഹ്രസ്വ വിവരണമാണ് ഇതിലുള്ളത്. കിതാബിന്റെ ആ ഉദ്ധരണികൾ സ്ക്രീനിൽ നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ആ വിവരണത്തിലേക്ക് വരാം. ഇന്ന് വിവരണത്തിൽ വരുന്ന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജിന്റെ ഭാഗങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ ഉദ്ധരണി കാണാം, എന്നിട്ട് അതിന്റെ ഉദ്ധരണിയോടുകൂടെ വിവരണത്തിൽ വരാം. അൽ മിഅ്റാജു ഇലാ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയിലേക്കുള്ള മിഅ്റാജ്. മിഅ്റാജ് എന്ന പദം കയറുക എന്നാണ്. ബുറാഖിന്റെ മുകളിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയാണ്. അവിടുന്ന് അങ്ങോട്ട് മിഅ്റാജ് അഥവാ അത്ഭുതകരമായ ഒരു യാത്രയാണ്. ബുറാഖ് ഇല്ലാതെയാണ് അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര നടന്നത്. 7 ആകാശങ്ങളും അതിനപ്പുറവും. സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹ 7 ആകാശത്തുള്ള അർശിനോട് ചേർന്നുള്ള ഒരു അത്ഭുത ലോകമാണ് എന്ന് വിവരിക്കപ്പെടുന്നുണ്ട്. സുമ്മ അറജ ബിഹി ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് കയറി. ഇല സമാവാതി സബ്, 7 ആകാശങ്ങളിലേക്ക്. 7 ആകാശങ്ങളിലേക്ക് എന്നതിന്റെ വിവരണം ഫസ്വഇദ മിൻ സമാഇൻ ഇലാ സമാഇൻ ഫിൽ മിഅ്റാജ്. മിഅ്റാജിലായിട്ടാണ് എന്ത് ചെയ്തത്? ആകാശത്തിൽ നിന്ന് ആകാശത്തിലേക്കുള്ള യാത്ര. വഹുവ സുല്ലം അൽ മൻസൂബു ലഹു, പ്രത്യേകമായി സ്ഥാപിക്കപ്പെട്ട കോണിയാണ്. ലാ അലൽ ബുറാഖ്, ബുറാഖ് അല്ല. ഖദ് യതവഹമഹു ബഅദുന്നാസ്, ചിലരൊക്കെ ബുറാഖിന്റെ മുകളിൽ എന്ന് ധരിച്ചവരുണ്ട്, അതല്ല. ബൽ കാനൽ ബുറാഖ് മർബൂത്തൻ അല ബാബി മസ്ജിദ് ബൈത്തുൽ മുഖദ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയുടെ ഗേറ്റിനടുത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ലിയർജിഅ അലൈഹി ഇല മക്കത്ത, മക്കയിലേക്ക് ആ ബുറാഖിന്റെ മുകളിലാണ് തിരിച്ച് യാത്ര ചെയ്തത്. അൽ ബിദായ വൻ നിഹായ. ഫകാന ഇദൻതഹ ഇല സമാഇൻ, ഓരോ ആകാശത്തിലേക്ക് എത്തിയാലും ഇസ്തഫ്തഹ, തുറക്കാൻ ആവശ്യപ്പെടും. ഫഖീല, അപ്പൊ ഉള്ളിൽ നിന്ന് ചോദിക്കപ്പെടും, മന്നന്ത, ആരാണ്? ഫഖാല ജിബ്രീൽ, ജിബ്രീലാണെന്ന് പറയും. ഖീല വമൻ മഅക, ആരാണ് കൂടെ? ഖാല മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖീല, അപ്പൊ വീണ്ടും ചോദിക്കപ്പെടും, ഖദ് ബുഇസ ഇലൈഹി, ആ നബിതങ്ങളിലേക്ക് ഈ പ്രവാചകത്വം നൽകപ്പെട്ട് കഴിഞ്ഞോ? അപ്പൊ ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയും, ഖദ് ബുഇസ ഇലൈഹി, അതെ, ആ പ്രവാചകത്വം നൽകപ്പെട്ട് കഴിഞ്ഞു. അപ്പോ നേരത്തെ എല്ലാവർക്കും അറിയാം, ഈ വിവരങ്ങളൊക്കെ അറിയാം. അപ്പൊ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം. ഫയുഫ്തഹു ലഹുമാ, നബിതങ്ങൾക്കും ജിബ്രീൽ അലൈഹിസ്സലാമിനും വേണ്ടി ഓരോ വാതിലും തുറക്കപ്പെടും. വഫീ കുല്ലി സമാഇൻ തലഖത്ത്, ഓരോ ആകാശത്തും തലഖത്തുഹുൽ മലായികത്തു, മലക്കുകൾ നബിതങ്ങളെ സ്വീകരിക്കാൻ. വൽ അംബിയ, അംബിയാക്കൾ. അതിന്റെ വിശദീകരണം കാണാം അൽ ബിദായ വൻ നിഹായ. വൽ അംബിയാ സ്വലവാത്തുല്ലാഹി അലൈഹിം അഹ്യാഉ ഇൻദ റബ്ബിഹിം, അമ്പിയാക്കളൊക്കെ അള്ളാഹുവിന്റെ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. ശുഹദാക്കളെ പോലെ. ഫലാ യുൻകറു ഹുലൂലുഹും ഫീ ഔഖാത്തിൻ, ചില സമയങ്ങളിൽ, ഫീ മവാദിയ, ചില സ്ഥലങ്ങളിൽ, മിൻ അർളിൻ ഔ സമാഇൻ, ആകാശത്തോ ഭൂമിയിലോ അവരെ ഹാജരാകുന്നത് നിഷേധിക്കപ്പെടേണ്ടതല്ല. ദലായിലുൽ ബൈഹഖി ഉദ്ധരിക്കുന്നു. അപ്പോ എല്ലാവരും സ്വീകരിച്ചു. ഫൽതഖാ ഫിസ് സമാഇ ദുനിയ, 1-ാം ആകാശത്ത് നബിതങ്ങളെ സ്വീകരിച്ചത് ബി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമാണ്. വഫിസാനിയത്തി, 2-ാം ആകാശത്ത് നബിതങ്ങളെ സ്വീകരിക്കുന്ന ബി ഈസാ വ യഹ്യ, ഈസാ നബി അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാമുമാണ്. വഫിസ്സാലിസ, 3-ാം ആകാശത്ത് ബി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. വഫിർ റാബിയത്തി, 4-ാം ആകാശത്ത് ബി ഇദ്രീസ് അലൈഹിസ്സലാമാണ്. വഫിൽ ഖാമിസത്തി, 5-ാം ആകാശത്ത് ബി ഹാറൂൻ അലൈഹിസ്സലാം. വഫിസ്സാദിസത്തി, 5-ാം ആകാശത്ത് ഹാറൂൻ അലൈഹിസ്സലാം. വഫിസ്സാദിസത്തി, 6-ാം ആകാശത്ത് ബി മൂസ അലൈഹിസ്സലാം. വഫിസ്സാബിയത്തി, 7-ാം ആകാശത്ത് ബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഫസല്ലമ അലൈഹിം, അവരോടൊക്കെ നബിതങ്ങൾ സലാം പറയുന്നു. ഫഖാബലൂഹു, അവരൊക്കെ നബിതങ്ങളെ സ്വീകരിക്കുന്നു. ബിൽ ബിശ്രി വത്തർഹീബി വദ്ദുആഇ, ബിശ്ർ സന്തോഷത്തോടെ, വത്തർഹീബി സ്വാഗതം ചെയ്തുകൊണ്ട്, വദ്ദുആഇ നബിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു. അതാണ് സ്വീകരണ രീതി. റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ കണ്ടു. ഫിസ്സമാഇ സാബിഅ, 7-ാം ആകാശത്ത് അൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂർ എന്ന അത്ഭുത ലോകം കണ്ടു. ഖദിസ്തനദ ഇലൈഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബൈത്തുൽ മഅമൂറിനോട് ചേർന്നിരിക്കുകയാണ്.
യദ്ഖുലുഹു കുല്ല യൗമിൻ സബ്ഊന അൽഫ് മലക്കിൻ, 70,000 മലക്കുകൾ ഓരോ ദിവസവും അതിലേക്ക് കടക്കുന്നു. സുമ്മല യഊദൂനയിലെ, അവർ തിരിച്ചു വരുന്നില്ല, അവരതിലേക്ക് ഇബാദത്തിന് വേണ്ടി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഒരു രാത്രിയുടെ ചെറിയ സമയം കൊണ്ട് ദിവസങ്ങളോളം കാണുക എന്ന് പറയുന്നത് ഈ ആകാശലോകം, അവിടെ സമയം എന്ന് പറയുന്നത് അതിന്റെ പരിമിതി അറിയാമല്ലോ. അതായത് സമയം എന്ന് പറയുന്നത് സൂര്യന്റെ ചലനഗതി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് ആകാശലോകത്ത് ബാധകമല്ല. ഒന്ന്. രണ്ട്, ഭൗതികമായ ഈ നിയമങ്ങളുടെ മാനദണ്ഡം ഇല്ലാത്ത ഒരു അത്ഭുത ലോകമാണ് അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ ഈ ദിവസങ്ങളോളം എന്ന ആ കാലാവധിയെ ഒരു ചെറിയ സമയം കൊണ്ട് മനസ്സിലാക്കുക എന്നത് അസംഭവ്യമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെയും കൊണ്ട് വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം പോയി ഇല സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയിലേക്ക് പോയി. സിദ്റത്തുൽ മുൻതഹ ഫഹുനാക റഅ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ കണ്ടു ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല സൂറത്തിഹി, യഥാർത്ഥ രൂപത്തിൽ. ഫഖദ് റആഹു, നബിതങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടത് അല സൂറത്തിഹി, ആ രൂപത്തിൽ കണ്ടത് മറത്തൻ, 2 തവണയാണ്. മറത്തൻ ഫിൽ അർദ്, ഒന്ന് ഭൂമിയിൽ വെച്ചാണ്, ഫിൽ ഉഫുഖിൽ അഅല, ആ ഏറ്റവും ഉഫുഖിൽ അഅലയിൽ ഏറ്റവും ഉന്നത ആ സ്ഥാനത്ത്. മറത്തൻ ഫി ഹാദിഹിൽ ലൈല, രണ്ടാമത് കണ്ടത് ഈ രാത്രിയിലാണ്. ഇന്ദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചാണ് കാണുന്നത്. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചതാണ്. ഖാല തആല, ഇത് സൂറത്തുൽ നജ്മിൽ പരാമർശിച്ചതാണ്. വന്നജ്മി ഇദാ ഹവാ, നക്ഷത്രത്തെ തന്നെയാണ് സത്യം. മാ ദല്ല സ്വാഹിബുക്കും വമാ ഗവാ, നിങ്ങളുടെ ഈ കൂട്ടുകാരൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴച്ചിട്ടില്ല, അവിടത്തേക്ക് പിഴവായിട്ടൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. വമാ യൻതിഖു അനിൽ ഹവാ, വിധങ്ങൾ ഒന്നും സ്വയം താല്പര്യമനുസരിച്ച് സംസാരിക്കുന്നതല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അതെല്ലാം വഹയാണ്, വഹയ് മുഖേന, അള്ളാഹുവിന്റെ വഹയ് മുഖേനയാണ് പറയുന്നത്. അല്ലമഹു ശദീദുൽ ഖുവാ, വിധങ്ങൾക്ക് പഠിപ്പിച്ചത് എല്ലാ ശക്തിയുള്ള റബ്ബാണ്. ദൂ മിർറത്തിൻ ഫസ്തവാ, എല്ലാ കഴിവും സ്വഭാവവും എല്ലാം ഉള്ള വഹുവ ബിൽ ഉഫുഖിൽ അഅലാ, വഹുവ ബിൽ ഉഫുഖിൽ, ഉന്നതങ്ങളിലാണ്. സുമ്മ ദനാ ഫതദല്ല, അടുത്തു, റബ്ബിനോട് നബിതങ്ങൾ അടുത്തു. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, ഒരു അമ്പും വില്ലു പോലെ അടുത്തു. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, നബിതങ്ങൾക്ക് അല്ലാഹു നൽകാനുള്ള വഹീകളെല്ലാം നൽകി. മാ കദബൽ ഫുആദു മാ റആ, നബിതങ്ങൾ കണ്ടതൊന്നും ആ മനസ്സിൽ നിഷേധിക്കാവതല്ല. അഫതുമാറൂനഹു അലാ മാ യറാ, നബിതങ്ങൾ കാണുന്നതിനെ കുറിച്ച് നിങ്ങൾ തർക്കിക്കാൻ പോവുകയാണ്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ, നബിതങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മറ്റൊരു തവണ കൂടെ കണ്ടു. ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച്. ഇൻദഹാ ജന്നത്തുൽ മഅവാ, സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ് ഈ മലക്കുകളും ആ വലിയ ഉന്നതരായ അർവാഹുകളൊക്കെ അഭയം തേടുന്ന സ്ഥലം അവിടെയാണ്. ഇത് യഗ്ശ സിദ്റത മാ യഗ്ശ, ആ സിദ്റത്തിനെ എല്ലാം മൂടി അലങ്കരിക്കുന്ന സമയം. പക്ഷികളും അലങ്കാരം നിറഞ്ഞ നല്ലൊരു ലോകം. മാസാഗൽ ബസറു വമാ ത്വആ, ആ കണ്ണ് അതിന് യാതൊരു ചാഞ്ചാട്ടവും പറ്റിപ്പോയിട്ടില്ല, ആ കണ്ടിട്ട് തെറ്റിപ്പോയിട്ടില്ല, ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വലിയ ദൃഷ്ടാന്തം തന്നെ കണ്ടു. അങ്ങനെ ഇത് പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയം പരാമർശിച്ചു എന്നാണ്. ഹത്താ ലഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബിതങ്ങൾ പ്രകടമായി പ്രത്യക്ഷപ്പെട്ടു. ലിമുസ്തവൻ, ഒരു സ്ഥാനത്ത്. യുസ്മഉ ഫീഹി സ്വരീഫുൽ അഖ്ലാം, പേനകളുടെ എഴുത്തിന്റെ ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്ന ആ ഒരു തലത്തിലേക്ക് നബിതങ്ങൾ എത്തി. ഫഹുനാക റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു, നബിതങ്ങൾ അള്ളാഹുവിനെ കണ്ടു. ബി ഐനൈ റഅസിഹി, കണ്ണുകൊണ്ട്.
അല അർജഹിൽ അഖ്വാൽ, അതാണ് പ്രബല അഭിപ്രായം. ഫഔഹ ഇലൈഹിമ ഔഹ, അള്ളാഹു നബിതങ്ങൾക്ക് ആ നൽകിയതൊക്കെ നൽകി എന്ന് പറഞ്ഞാൽ അത്രയും നൽകി എന്നർത്ഥം. ഫഫറദല്ലാഹു അലൈഹി, ഈ സമയത്ത് അള്ളാഹു ഫറലാക്കി നബിതങ്ങൾക്ക്, വഅല ഉമ്മത്തിഹി, നബിതങ്ങളുടെ ഈ സമുദായത്തിൽ, ഫി കുല്ലി യൗമിൻ, ഓരോ ദിവസവും, 50 സ്വലാത്തൻ, 50 നിസ്കാരം നിർബന്ധമാക്കി. ഫനസല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അവിടുന്ന് തിരിച്ചു പോകും. ഹത്തൻതഹ ഇല മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് എത്തി, അഥവാ 6-ാം ആകാശത്തെത്തി. ഫഖാല, മൂസാ നബി ആവശ്യപ്പെട്ടു, ഇർജി ഇല റബ്ബിക്, നബി അങ്ങ് തിരിച്ചു പോകണം. ഫസൽഹു തഖ്ഫീഫ്, ഇതൊന്ന് ചുരുക്കിത്തരാൻ ആവശ്യപ്പെടണം. ഫൈന്ന ഉമ്മത്തക ലാ തുതീഖു ദാലിക്, അങ്ങയുടെ ഉമ്മത്തിന് ഇതൊന്നും കഴിയില്ല. വൈന്നി ഖദ് ബലൗതു ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിനെ ഞാൻ വേണ്ട പോലെ ശ്രമിച്ചതാണ്. ഫലം യസൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യതറദ്ദദു ബൈനഹു വബൈന റബ്ബിഹി 9 മർറാത്ത്, അങ്ങനെ ഇത് ആവർത്തിച്ചു. ഈ പ്രവണത പോയി വീണ്ടും വരുന്നു, വീണ്ടും ആവശ്യപ്പെടുന്നു, വീണ്ടും പോകും. അങ്ങനെ ലം യസൽ യതറദ്ദദ് ബൈനഹു വബൈന റബ്ബിഹി, ഇതിന്റെ ഈ മൂസാ നബിയുടെയും അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു തീരുമാനിച്ച ആകാശത്തെ അത്ഭുത സ്ഥാനത്തിന്റെ ഇടയിൽ ആവർത്തിച്ചു, പോക്കുവരവ് ആവർത്തിച്ചു. 9 മർറാത്തിന്, 9 തവണ, അങ്ങനെ 45 ചുരുങ്ങി. ഫഫി കുല്ലി മർറത്തിന്, ഓരോ തവണയും ഹത്തല്ലാഹു അൻഹു, അള്ളാഹു കുറച്ചു, 5 നിസ്കാരം. ഹത്ത ഖാല, അവസാനം അള്ളാഹു പറഞ്ഞു, ഈ 5 സ്വലവാത്ത്, ഇത് 5 ഫി കുല്ലി യൗമിൻ വലൈല, രാവും രാത്രിയും കൂടെ, ഒരു ദിവസം 5. ലികുല്ലി സ്വലാത്തിൻ അശ്റുൻ, ഓരോ നിസ്കാരത്തിനും 10ന്റെ പ്രതിഫലമുണ്ട്. ഫദാലിക 50 സ്വലാത്ത്, അപ്പൊ 50 തന്നെയായി പ്രതിഫലത്തിൽ. ഫമൻ ഹമ ബി ഹസനത്തിൻ, അതിന്റെ ഒരു സ്ട്രാറ്റജി, അതിന്റെ ഒരു തത്വം എന്താണ്? ഫമൻ ഹമ്മ ബി ഹസനത്തിൻ, ഒരാൾ ഒരു നന്മ തീരുമാനിച്ചാൽ, ഫലം യഅമൽഹ, ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും, കുത്തിബത്ത് ഹസനത്തൻ, ഒരു ഹസനത്തായിട്ട് തീരുമാനിക്കപ്പെടും. ഫൈൻ അമിലഹ, ചെയ്യാൻ പറ്റിയാൽ, കുത്തിബത്ത് അശ്റൻ, അത് 10 ആയിട്ട് എഴുതപ്പെടും. ഫമൻ ഹമ്മ ബി സയ്യിഅത്തിൻ, ഒരാൾ ഒരു തിന്മ തീരുമാനിച്ചു അല്ലെങ്കിൽ ചിന്തിച്ചു, ഫലം യഅമൽഹ, ചെയ്തില്ല, ലം തുക്തബ് ഷൈഅൻ, അവിടെ തിന്മയായി എഴുതപ്പെടുന്നില്ല. ഫൈൻ അമിലഹ, ചെയ്താൽ, കുത്തിബത്ത് വാഹിദത്തൻ, ഒരു തെറ്റ് എഴുതപ്പെടും. ഈ തത്വം ഇവിടെ നടപ്പിലാക്കപ്പെട്ട. ഫലമന്തഹ ഇല മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വീണ്ടും എത്തിയപ്പോ, കാല, മൂസാ നബി വീണ്ടും പറഞ്ഞു, ഇർജി ഇല റബ്ബിക്, നിങ്ങൾ തിരിച്ചു പോയിട്ട് ഫസൽഹു തഖ്ഫീഫ്, ഒന്നുകൂടി ചുരുക്കാൻ ആവശ്യപ്പെടും. കാല ഖദ് റജഅതു ഇല റബ്ബി, ഞാൻ മടങ്ങി പോയതല്ലേ. ഹത്തസ്തഹിയതു, എനിക്ക് നാണമായി പോയി, അത്രയും തവണ ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, മിഅ്റാജ് സംഭവത്തിൽ ഈ ഉമ്മത്തിന് നൽകപ്പെട്ട സമ്മാനത്തെക്കുറിച്ചും അമ്പിയാക്കളുടെ അവിടെയുള്ള സാന്നിധ്യത്തെക്കുറിച്ചും, മിഅ്റാജ് ആ യാത്രയുടെ, ഇസ്രാ മിഅ്റാജ് യാത്രയുടെ ആ സംഭവ ബാഹുല്യത്തെക്കുറിച്ചും, അതിന്റെ മഹത്വവും, അതിന്റെ ആ ഒരു യാത്ര നബിതങ്ങളുടെ ജീവിതത്തിൽ കുറിച്ചു വെച്ച ആ ഒരു സ്ഥാനം, അല്ലെങ്കിൽ കുറിച്ചു വെച്ച ആ ഒരു പ്രാധാന്യം, അത് സൂചിപ്പിക്കുന്നതാണ് ഈ പാഠം.